ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതേ നമ്മുടെ പഴയ SCERTയിലെ ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇത്. ഏഴാം ക്ലാസ്സിലെയാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇതിൽ നമുക്ക് കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും പ്രിലിംസിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാറുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. രാജാറാം മോഹൻ റോയ് സ്ഥിരമായിട്ട് പ്രിലിംസിൽ കടന്നു വരുന്ന ഒരു ടോപ്പിക്കാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും ശക്തമായി എതിർത്തു. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയത് ആരാണ്? രാജാറാം മോഹൻ റോയ്. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ഓർത്ത് വെച്ചേക്കണ ആരാണ് സതി നിരോധിച്ചത്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ടുള്ള വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പ്രധാന കാരണം എന്താണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ച അദ്ദേഹം അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള പൊതു സന്ദേശമാണ് പ്രചരിപ്പിച്ചത്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ചു. ഈ കോട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ എക്സാമിന്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞത് ആരാണ്? രാജാറാം മോഹൻ റോയിയുടെ വാക്കുകളാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റോയ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും മറക്കാണ്ട് ഓർത്ത് വെച്ചേക്കണേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണെങ്കിൽ നമുക്ക് കിട്ടണം. എന്തൊക്കെയാണ്? സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. ആരാണ് സതി നിരോധിച്ചത്? വില്യം ബെന്റിക് പ്രഭുവാണ് സതി നിരോധിച്ചത്. ആരുടെ പ്രവർത്തനങ്ങൾ കാരണമാണ്? രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങൾ കാരണമാണ്. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന സ്ഥാപിച്ചു അല്ലേ? എന്താണത്? ബ്രഹ്മസമാജമാണ്. പിന്നീട് എന്താണ് പറഞ്ഞത്? ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഈ ലക്ഷ്യത്തിനു വേണ്ടി അദ്ദേഹം ആര്യ സമാജം എന്ന സംഘടനയാണ് രൂപീകരിച്ചത്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചോദിക്കാറുണ്ട് കേട്ടോ. ആര്യ സമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ജ്യോതിറാവ് ഫുലെ. ജ്യോതിറാവ് ഫുലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ചെയ്തത്? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് അദ്ദേഹം വാദിച്ചു. അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം എന്ത് ചെയ്തു? പ്രാമുഖ്യം നൽകി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് സംഘടനയാണ് സ്ഥാപിച്ചത്? സത്യശോധക് സമാജ്. ആരുടെയാണ്? ജ്യോതിറാവ് ഫുലെയുടെയാണ് അല്ലേ? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ എന്താണ്? ജാതി വ്യവസ്ഥയെ എതിർത്തു അല്ലേ? വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു, ജാതി വ്യവസ്ഥയെ എതിർത്തു. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകി. പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സത്യശോധക് സമാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയും രൂപീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതെല്ലാം പഠിക്കണം കേട്ടോ. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഈ ടൈപ്പിലായിരിക്കും തരുന്നുണ്ടാവുക. ഇന്ന കാര്യത്തിന് എന്താണ് പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കിട്ടണം. പണ്ഡിത രമാബായി. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആര്യ മഹിള എന്ന സംഘടന സ്ഥാപിച്ചു. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി. വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായിയാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയത് ആരാണ്?
സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അദ്ദേഹം സ്ഥാപിച്ച കോളേജ് ഏതാണ്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആരാണ് സ്ഥാപിച്ചത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ടാണ് നമ്മുടെ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ചോദിച്ചിട്ടുള്ളതാണ് ഈ കോട്ട് കേട്ടോ. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം എന്താണ്? ഒന്നിച്ചാണ്. ഇതാരുടെ വാക്കുകളാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ വാക്കുകളാണ്. മുസ്ലിങ്ങൾക്കിടയിൽ എന്താണ്? ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ എന്താണ് സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പിന്നെന്താണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഓക്കെ അല്ലേ? സ്വാമി വിവേകാനന്ദൻ ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? സ്വാമി വിവേകാനന്ദൻ. വിശ്വാസഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇതാരുടെ വാക്കുകളാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മളുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു വിവേകാനന്ദൻ്റെ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇന്ത്യക്കാരിൽ ദേശീയബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലേ? പിന്നെന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് പറഞ്ഞു: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ എന്ന് പറഞ്ഞു. വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസറായിരുന്നു അല്ലേ? അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? രാമകൃഷ്ണ മിഷനാണ്. ഇവിടെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിൽ നിന്നുള്ള കുറച്ച് ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കൃതി ആരാണ് എഴുതിയിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽത്താഫ് ഹുസൈൻ. ഇവരൊക്കെയാണ് ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരെന്ന് പറയുന്നത്. ഇനി ഇവിടെ സംഘടനകളുടെ രൂപീകരണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ലക്ഷ്മി നരസു ചെട്ടിയാണ് കേട്ടോ. ലക്ഷ്മി നരസു ചെട്ടിയാണ് നമ്മളുടെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. ആരാണ്? ലക്ഷ്മി നരസു ചെട്ടിയുടെയാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. പൂനെ സാർവജനിക് സഭ ആരുടെയാണ്? MG റാനഡയുടെയാണ് അല്ലേ? MG റാനഡയുടെയാണ് പൂനെ സാർവജനിക് സഭ എന്ന് പറയുന്നത് അല്ലേ? മഹാഗോവിന്ദ് റാനഡയുടെയാണ് എന്താണ് പൂനെ സാർവജനിക് സഭ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന കേട്ടോ. ഓർത്തിരിക്കണേ. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ആരുടെയാണത്? സുരേന്ദ്രനാഥ ബാനർജിയുടെയും അതുപോലെ തന്നെ ആനന്ദ മോഹൻ ബോസ്. ആരൊക്കെയാണ് ഇന്ത്യൻ അസോസിയേഷൻ സംഘടന തുടങ്ങിയത്? ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടെയും ആനന്ദമോഹൻ ബോസിൻ്റെയുമാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന കേട്ടോ. ഇത് മൂന്നും ഇവിടെ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞുള്ളൂ, ഓർത്തിരിക്കുക കേട്ടോ. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ലക്ഷ്മി നരസു ചെട്ടിയുടെയാണ്. പൂനെ സാർവജനിക് സഭ നമുക്കറിയാം MG റാനഡയുടെ സംഘടനയാണ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരൊക്കെയാണ്?
ആനന്ദ മോഹൻ ബോസും സുരേന്ദ്രനാഥ ബാനർജിയുമാണ്. എന്നാൽ ഇവയെല്ലാം പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അക്കാലത്ത് ബലപ്പെട്ടിരുന്നു. അങ്ങനെയാണ് നമ്മുടെ INC രൂപം കൊള്ളുന്നത്. 1885 ഡിസംബർ 28 INC രൂപം കൊള്ളുന്നത് എന്നാണ് 1885 ഡിസംബർ 28. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1885 ഡിസംബർ 28 INC എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേരായിരുന്നു കൂടിയിരുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടായിരുന്നു രൂപീകരണം? ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ വെച്ചിട്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 72 പേരാണ് INCയുടെ രൂപീകരണ സമയത്ത് ഉണ്ടായിരുന്നത്. അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ചെത്തിയ അവർ WC ബാനർജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. എ ഒ ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടുവാൻ മുൻകൈയെടുത്തത്. അങ്ങനെ ഈ ഒരു യോഗത്തിൽ വെച്ചിട്ട് എന്തായി? INC രൂപം കൊള്ളുകയാണ് ചെയ്തത്. ആരുടെ അധ്യക്ഷതയിലാണ് INCയുടെ ആദ്യത്തെ യോഗം ചേർന്നത്? WC ബാനർജിയുടെ അധ്യക്ഷതയിലാണ്. നമ്മുടെ INC രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗം ചേർന്നത് ആരുടെ അധ്യക്ഷതയിലാണ് ചോദിച്ചാൽ ആരുടെയാണ്? WC ബാനർജിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ആരാണ് ഈ ഒരു യോഗം വിളിച്ചു കൂട്ടിയത്? ആരാണ്? എ ഒ ഹ്യൂം എന്ന മുൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡേറ്റ് 85 ഡിസംബർ 28 എന്നുള്ള ഡേറ്റ്, 72 പേര്, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജ്. നമ്മുടെ INCയുമായിട്ട് ഇത്രയും നമ്മുടെ SCERTന്ന് ഇത്രയും വേർഡുകളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇവിടെ വേറൊരു കോട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ആദ്യ യോഗത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ആദ്യ യോഗത്തിലെ പ്രസംഗത്തിൽ നിന്നാണ് കേട്ടോ. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടെ പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ആരുടെ വാക്കുകളാണ്? WC ബാനർജിയുടെ വാക്കുകളാണ് കേട്ടോ. INC രൂപീകരണ വേളയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടെ പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. എന്തൊക്കെയായിരുന്നു INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് അന്നത്തെ INCയുടെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ എന്ത് വേണം? ഒരു സൗഹൃദബോധം ഉണ്ടാക്കണം. ജാതി മത പ്രാദേശിക ചിന്തകളൊന്നും ഇല്ലാണ്ട് എന്താണ്, ഒരു ഒറ്റ ദേശമാണ്, ഒരു ദേശീയ ബോധം അവർക്കിടയിൽ വളർത്തണം. പിന്നെന്താണ്, ഇന്ത്യക്കാരുടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം എന്താണ്, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതായിരുന്നു INCയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ ദേശീയ പ്രസ്ഥാനം എന്നാണ് വിളിക്കുന്നത്. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. അതിൽ മിതവാദ കാലഘട്ടം എന്ന് പറയുന്നത് എത്രയാണ്? 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ് മിതവാദ ദേശീയതയുടേതായിരുന്നത്. എവിടെ മുതൽ എവിടെ വരെയാണ്? 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമായിരുന്നു മിതവാദ ദേശീയത കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ ചോദിക്കുന്നത് ഗാന്ധിയൻ കാലഘട്ടമാണ് കേട്ടോ, പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. എന്നാണ് 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാം ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? ഗാന്ധിയൻ കാലഘട്ടം 1919 മുതൽ 1947 വരെയാണ് കേട്ടോ, ഓർത്തിരിക്കണേ. ഈ 1919 കണ്ടോ, ഇവിടെ നമുക്ക് 2 കൂടെ ഒന്ന് കണക്ട് ചെയ്യാവേ. നമ്മുടെ ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായി ആചരിച്ച ദിനമാണ് 1919 എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഡേറ്റ് വന്നിട്ട് ഏപ്രിൽ 6 കേട്ടോ. 1919 ഏപ്രിൽ 6 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ റൗലറ്റ് നിയമത്തിനെതിരെ കരിദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതെന്താണ് നടന്നത്? 1919 ഏപ്രിൽ 13 കണ്ടോ. 1919 ഏപ്രിൽ 13 എന്ത് ചെയ്യുന്നുണ്ട്? ജാലിയൻ വാലാബാഗ് നടന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഗാന്ധിയൻ കാലഘട്ടം തുടങ്ങുന്നത് ഇവിടെ മുതലാണ് 1919 മുതൽ 1947 വരെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ചോദിക്കാറുള്ളത് ഗാന്ധിയൻ കാലഘട്ടമാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് ദിനമെന്നാണ് ചോദിക്കാറുണ്ട്. 1915 ജനുവരി 9-നാണ്. 1919 ജനുവരി 9-നാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ എത്തുന്നത് അല്ലേ. ഈ ജനുവരി 9 എന്താണ്, പ്രവാസിയ ദിനമായിട്ടൊക്കെ ആചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം. 1985 മുതൽ 1905 വരെയാണ് എന്തെന്ന് പറയുന്നത്, മിതവാദ ദേശീയതയുടെ കാലഘട്ടമായിട്ട് പറയുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു എന്ത് പറയുന്നത്, നമ്മുടെ ആദ്യകാല നേതാക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു. അവരിൽ ആരൊക്കെയായിരുന്നു പ്രമുഖരായിട്ട് പറയുന്നത്, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ ദിയാബ്ജി, ഫിറോസ് ഷാ മേത്ത തുടങ്ങിയവർ. ഇവർക്കൊക്കെയാണ് എന്താണ് ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിട്ട് പറയുന്നത്. പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഈ ആവശ്യങ്ങൾ ബ്രിട്ടീഷ് അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യ ദരിദ്രമായത് എങ്ങനെയെന്ന് ഇവർ പഠിക്കുകയുണ്ടായി. നടത്തിയ പഠനങ്ങളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആശയപരമായിട്ടുള്ള അടിത്തറ നൽകിയത്. ചോർച്ച സിദ്ധാന്തം ആരുടെയാണ്, ദാദാഭായ് നവറോജി. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ചോർച്ച സിദ്ധാന്തം. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പല തരത്തിൽ ചോർത്തിക്കൊണ്ടുപോയിരുന്നു. ശമ്പളമായും സമ്മാനമായും നികുതിയായുമായിരുന്നു ഈ സാമ്പത്തിക ചോർച്ച. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണെന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. അപ്പോൾ ചോർച്ച സിദ്ധാന്തം ആരാണ് കൊണ്ടുവന്നത്, ദാദാഭായ് നവറോജി. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. വിവിധ ജനവിഭാഗങ്ങളിൽപ്പെട്ട ഇവിടുത്തെ ജനങ്ങൾ സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ എതിർക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇത് ആരുടെ വാക്കുകളാണ്, ആ സമയത്തെ ആഭ്യന്തരമന്ത്രി സെക്രട്ടറി ആയിരുന്ന റിസ്ലെയുടെ വാക്കുകളാണ് കേട്ടോ. ഓർത്തു വെക്കണേ, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ഇതാരുടെ വാക്കുകളാണ്, റിസ്ലെയുടെ വാക്കുകളാണ്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇപ്രകാരം നിരീക്ഷിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയായാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. ഈ സാഹചര്യത്തിൽ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു എന്ത് ചെയ്തു, ബംഗാളിനെ 1905 വിഭജിച്ചു. ബംഗാളിനെ 1905 വിഭജിക്കുന്നത് ആരാണ്, കേഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തുന്നത് ആരാണ്, കേഴ്സൺ പ്രഭുവാണ്. വർഷം എത്രയാണ്, 1905. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹ്യ പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരായ ദേശീയ നിലപാട് ഇങ്ങനെയാണ് വ്യക്തമാക്കിയത്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ്. എന്തിന് പ്രമേയമാക്കി, ബംഗാൾ വിഭജനത്തിന് പ്രമേയമാക്കി അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്കാണ് നയിച്ചത്. അതാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ആരൊക്കെയായിരുന്നു ഇതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായി. ലാൽ ബാൽ പാൽ കൂട്ടുകെട്ടെന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. തീവ്ര ദേശീയവാദികളായി ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയും ജനതയെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ബാലഗംഗാധര തിലക് തീവ്ര ദേശീയതയുടെ മുഖ്യ നേതാവായിരുന്നു. അപ്പോൾ തീവ്ര ദേശീയതയുടെ മുഖ്യ നേതാവ് ആരായിരുന്നു, ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ ആദരവോടെ ആളുകൾ എങ്ങനെയാണ് വിളിച്ചിരുന്നത്, ലോകമാന്യ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്, ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തിൻ്റെ 2 പത്രങ്ങളുണ്ട്. ഏതൊക്കെയാണത്, മറാത്തയും കേസരിയും. ബാലഗംഗാധര തിലകിൻ്റെ 2 പത്രങ്ങളാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പ്രഖ്യാപനമാണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്, ബാലഗംഗാധര തിലകാണ്. ഇവിടെ മിതവാദി നേതാക്കന്മാരെയും തീവ്രദേശീയ നേതാക്കന്മാരെയും തമ്മിൽ കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് മിതവാദി നേതാക്കന്മാരെ, ഒന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ, പിന്നെ ആരായിരുന്നു,
ഒന്ന് ബദറുദ്ദീൻ തിയാബ്ജി അല്ലേ, ബദറുദ്ദീൻ തിയാബ്ജി. പിന്നെ ആരായിരുന്നു? ദാദാബായി നവറോജി. പിന്നെ ആരായിരുന്നു? ഫിറോസ് ഷാ മേത്ത. ഇതൊക്കെ ആരാണ്? നമ്മുടെ മിതവാദി നേതാക്കന്മാരാണ് അല്ലേ. ആരൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ദാദാബായി നവറോജി, ഫിറോസ് ഷാ മേത്ത. ഇവരൊക്കെ ആരായിരുന്നു? മിതവാദി നേതാക്കന്മാരായിരുന്നു. തീവ്രദേശീയ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? ബാലഗംഗാധര തിലക്. പിന്നെ ആരായിരുന്നു? ബിപിൻ ചന്ദ്രപാൽ. പിന്നെ ആരായിരുന്നു? ലാലാ ലജ്പത് റായി. ഈ 3 പേരായിരുന്നു തീവ്രദേശീയ നേതാക്കന്മാര്. ബംഗാൾ വിഭജന വിരുദ്ധ സമര കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. എന്നാണ്? 1906 എവിടെ വെച്ചിട്ടാണ്? ധാക്കയിൽ വെച്ചിട്ടാണ്. ആരൊക്കെയാണ് അതിന് രൂപം കൊടുത്തത്? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്നിട്ടാണ് ഈ ഒരു സർവ്വേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ആഗാ ഖാനും നവാബ് സലീമുള്ള ഖാനുമാണ് 1906 ധാക്കയിൽ വെച്ച് സർവ്വേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. ഓർത്തിരിക്കണേ. ബംഗാൾ വിഭജന വിരുദ്ധ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ പ്രക്ഷോഭം ശക്തിപ്പെട്ടു. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വർദ്ധിച്ചു. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം എവിടെ നടന്നു? സൂറത്തിലാണ് നടന്നത്. 1907 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം എവിടെ നടന്നു? സൂറത്തിലാണ് നടന്നത്. സമ്മേളനത്തിൽ കോൺഗ്രസ് പിളരുകയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ദുർബലപ്പെടുകയും ചെയ്തു. അപ്പോൾ സൂററ്റ് പിളർപ്പ് എന്നാണ് നടന്നത്? 1907. 1907 കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം സൂറത്തിലാണ് നടന്നത്. അവിടെ വെച്ചിട്ട് അത് നമ്മുടെ കോൺഗ്രസ് പിരിയുകയും ചെയ്തു അല്ലെ, 2ആയിട്ട് പിരിയുകയും ചെയ്തു. 1-ാം ലോക യുദ്ധാനന്തരം ഇന്ത്യക്ക് സ്വയംഭരണം നൽകുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് യുദ്ധത്തിൽ ബ്രിട്ടനെ പിന്തുണച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയതാരായിരുന്നു? ബാലഗംഗാധര തിലകും ആനി ബസന്റും ആരംഭിച്ച ഹോം റൂൾ പ്രസ്ഥാനങ്ങളായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം ആരാണ് രൂപീകരിച്ചത്? ബാലഗംഗാധര തിലകും ആനി ബസന്റും. ഹോം റൂൾ പ്രസ്ഥാനം ആരാണ് രൂപീകരിച്ചത്? ബാലഗംഗാധര തിലകും ആനി ബസന്റും. എന്നാണ് ആരംഭിക്കുന്നത്? 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചതെന്നാണ് 1893. ഓർത്തിരിക്കണേ. പിന്നീട് എന്ത് ചെയ്തു? 1916 അവരും ബാലഗംഗാധര തിലകനും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്തു? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു അല്ലേ. 1893 ഇന്ത്യൻ പൗരത്വം ആനി ബസന്റ് സ്വീകരിക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്ന സമയത്താണ് 1916 INCയുടെ ലക്നൗ സമ്മേളനം നടക്കുന്നത്. സൂററ്റ് സമ്മേളനത്തിൽ വഴിപിരിഞ്ഞു പോയ മിതവാദികളും തീവ്രദേശീയവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കൂടാതെ സർവേന്ത്യ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു. അപ്പോൾ 1907 നടന്ന സൂററ്റ് പിളർപ്പിൽ പിരിഞ്ഞുപോയ മിതവാദികളും തീവ്രദേശീയവാദികളും ഒരുമിച്ചത് പിന്നീട് എന്താണ്? 1916 ലക്നൗ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഒന്നിക്കുന്നത്. ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് കേട്ടോ. അതൊന്ന് ചെയ്ത് നോക്കിയേ. A കോളത്തിൽ നിന്ന് B കോളത്തിലേക്ക് അനുയോജ്യമായത് ബന്ധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെയ്ത് നോക്കിയേ. സിമ്പിളാണ്, നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് പോയ കാര്യങ്ങളാണ്. ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയ്. ആര്യസമാജം ആരുടെയാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ മഹിളാ സഭ ആര് സ്ഥാപിച്ചു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ഡിത രമാബായിയുടെ സംഘടനയാണ് ആര്യ മഹിളാ സഭ. അല്ലെ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് ആര്യ മഹിളാ സഭ. രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെയാണ്. ഇവിടെ വേറൊരു പട്ടിക പൂർത്തിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഗോപാലകൃഷ്ണ ഗോഖലെ ആരായിരുന്നു? മിതവാദ ദേശീയതയുടെ നേതാവായിരുന്നു അല്ലേ. ബാലഗംഗാധര തിലക് ഏതിൻ്റെ ആയിരുന്നു? തീവ്രവാദ ദേശീയതയുടെ എന്തായിരുന്നു? നേതാവായിരുന്നു അല്ലേ. ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ആരുടെയാണ്? ആനി ബസന്റ്. ആഗാ ഖാൻ്റെ സംഘടനയുടെ പേരെന്താണ്? സർവേന്ത്യ മുസ്ലിം ലീഗ്. സർവേന്ത്യ മുസ്ലിം ലീഗ് ആരുടെയായിരുന്നു? ആഗാ ഖാൻ്റെ ആയിരുന്നു. നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ ആ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം, നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരുപാട് ബേസ് ആയിട്ടുള്ള ചെറിയ ചെറിയ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിതിന്ന് കിട്ടുന്നുണ്ട് അല്ലേ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം. ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല, അധികം ദിവസങ്ങളില്ല. ടപ്പേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമിലേക്ക് വേഗം എത്തും. അപ്പോൾ ഉള്ള സമയം മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണാവേ.